ആഗ്രഹിച്ച ഇടത്ത് എത്തുക എന്നുള്ളത് മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. 100 ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തുക, ആഗ്രഹിച്ചൊരു രാജ്യത്ത് ജോലിക്ക് പോകുക, ആഗ്രഹിച്ച രീതിയിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുക, ആഗ്രഹിച്ചതുപോലെ ബൈബിൾ വായിച്ചു തീർക്കുക. 100 ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സുകളിലുണ്ട്. ആ ആഗ്രഹങ്ങൾ കർത്താവെ ഒന്ന് സാധിപ്പിച്ചു തരണമേ എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും ഒരു പ്രാർത്ഥനയാണ്. ഞാനൊരു വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുകയാണ്. 107 സങ്കീർത്തനത്തിന്റെ 30 വാക്യം. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ജീവിതത്തില് ഒരു വലിയ ശാന്തത ഈ ദിവസങ്ങളിൽ വരാൻ പോകും. കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ തിരമാലകളാലും കാറ്റിനാലും ആടി ഉലയുമ്പോൾ ആ കപ്പൽ നയിക്കുന്ന കപ്പിത്താന്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, ഈ യാത്രയിൽ ഒരു ശാന്തത ഉണ്ടാകണേ. വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരുവൻ ഒരു കരയിൽ നിന്ന് യാത്ര തുടങ്ങി മറുകരയിൽ എത്തും മുമ്പ് ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആ പടകിനെ മുക്കത്തക്ക രീതിയിൽ വീശിയടിക്കുമ്പോൾ ആ വള്ളം തുഴയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ശാന്തത വന്നെങ്കിൽ. നല്ല ലൈഫ് തുടങ്ങിയിട്ട് സ്തോത്രം, വല്ലാത്ത പ്രതിബന്ധങ്ങൾ വന്നുകൂടിയിട്ട് ഒരു ശാന്തത പ്രാപിക്കാൻ കഴിയാത്ത ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരെ കർത്താവ് കണ്ടിട്ട് പറയുകയാണ്, നിനക്ക് ഈ ദിവസങ്ങളിൽ ഒരു വലിയ ശാന്തത വരാൻ പോവുക. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അടുത്ത കേട്ടോ, ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഈ ദിവസങ്ങളിൽ നീ എത്തേണ്ട ഒരു സ്ഥലം, ഇരിക്കേണ്ട ഒരു സ്ഥലം, ഒരുക്കപ്പെട്ട ഒരു സ്ഥലം, ദൈവം ഒരുക്കിയ ശ്രേഷ്ഠമായ ഒന്നിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. ഇപ്പോൾ നീ ഒരു ശാന്തത അനുഭവിക്കാൻ പോവാ. താമസിക്കാതെ നീ ആഗ്രഹിച്ച ഇടത്ത് യേശു നിന്നെ കൊണ്ടിരുത്തും. എസ്തേറിന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഈ സ്ഥിതി എന്ന് മാറും. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാറ്റും കോളും അടിച്ചു. ആ കൊട്ടാരത്തിനകത്തൊരു ശാന്തത വന്നപ്പോൾ എസ്തേറിന് കൊട്ടാരത്തിലേക്ക് ഒരു എൻട്രി കിട്ടി. ദൈവം ഒരിക്കൽ ഇരിപ്പിടത്തിൽ അവളെ ഇരുത്തിയതുപോലെ നീ വചനം കേൾക്കുന്ന സ്നേഹിത, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അവിടേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജീവിതത്തിൽ ഒരു വലിയ ശാന്തത വന്ന് ദൈവം ഒരുക്കിയ ഇടത്തേക്ക് ഞങ്ങളെ നയിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും എത്താനിടത്ത് നീ എത്തും, ഇരിക്കാനിടത്ത് നീ ഇരിക്കും. ഗോഡ് ബ്ലസ് യു.